ഹലോ ഓൾ. സോ നെക്സ്റ്റ് നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് റീവിസിറ്റ് ചെയ്യുന്നു അതിലേക്ക്. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനകത്ത് നമ്മളിപ്പം ഓക്കെ നമുക്കൊരു സപ്പോസ് നമുക്കൊരു ഇക്വേഷൻ എടുക്കാം. എക്സ് പ്ലസ് y ഈസ് ഈക്വൽ ടു 1. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഇക്വേഷനാണ്. അത് ഒറ്റ ഒരു ഇക്വേഷനാണ് അല്ലേ, ഒരു ഇക്വേഷനാണുള്ളത്. എത്ര വേരിയബിൾ ആണുള്ളത്? എക്സും വൈയും എന്ന് പറയുന്ന രണ്ട് വേരിയബിളാണുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനൊരു ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ, ഇതിനകത്തിപ്പോൾ എക്സിന് നമ്മൾ ഒരു 1ഉം വൈക്ക് 0യും കൊടുക്കുകയാണെങ്കിൽ 1 പ്ലസ് 0 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം 1 0 എന്ന് പറയുന്ന ആ ഒരു പെയർ ഇതിൻ്റെ സൊല്യൂഷനാണ്, ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് എ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അതുപോലെ തന്നെ എക്സിന് 0യും വൈക്ക് 1ഉം കൊടുക്കുകയാണെങ്കിൽ അതും അതിൻ്റെ ഒരു സൊല്യൂഷനാണ് അല്ലേ. ഇനി അതേപോലെ എക്സിന് 1/2ഉം വൈക്ക് 1/2 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും അതൊരു സൊല്യൂഷനാണ്. ഇനി എക്സിന് നമ്മൾ ഒരു 1/3യും വൈക്ക് നമ്മൾ എത്ര കൊടുക്കണം? 1 മൈനസ് 1/3. 1 മൈനസ് 1/3 എന്ന് പറയുമ്പോൾ 2/3 അത് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും ഒരു സൊല്യൂഷനാണ്. ഇനി എക്സിന് 5ഉം വൈക്ക് എത്ര കൊടുക്കണം? മൈനസ് 4ഉം കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും അത് സൊല്യൂഷനാണ്. എക്സിന് 100ഉം വൈക്ക് മൈനസ് 99ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ഇതൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈക്വേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ എക്സിന് നമ്മൾ ജനറലി സം എ എന്ന് പറയുന്ന ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വൈക്ക് 1 മൈനസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സും വൈയും കൂടെ കൂട്ടിയ എ പ്ലസ് 1 മൈനസ് എ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് അതിൻ്റെ സൊല്യൂഷനാകും. അപ്പോൾ എക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ജിയോമെട്രിക്കലി പറയുവാണെങ്കിൽ നമുക്കറിയാം ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് അല്ലേ. എക്സ് വൈ പ്ലെയിനിലെ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് ഈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം അതിങ്ങനെ ഒരു പിക്ചറായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് എക്സ് വൈ ആക്സിസ്, ഇവിടുത്തെ ഇത് എന്ന് പറയുന്നതാണ് എന്ത് ഈ റോസ് ലൈനാണ് ഈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ അല്ലേ. അത് എക്സ് ആക്സിസിലെ 1 0 കൂടെയും വൈ ആക്സിലെ 0 1 കൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റുകളാണ് ഈ 0 1 ഹാഫ് 1/3 2/3 എന്നൊക്കെ പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റുകളാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈന് ഏത് പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും എന്താണ് എക്സ് പ്ലസ് ഏത് പോയിന്റ് ഒരു എക്സ് വൈ അല്ലേ, ഈ സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് വൈ ഈ പറഞ്ഞ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈക്വേഷനിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആവും. ആ എക്സും വൈയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. അപ്പം നമുക്ക് പറയാം എന്താണ് ഈ സ്ട്രെയിറ്റ് ലൈനിൽ എത്ര പോയിന്റ് ഉണ്ട്? ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട് എന്ത് ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ സിസ്റ്റമോ ഈ ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 നമുക്ക് പറയാം ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ ഒരു ഇക്വേഷനും 2 വേരിയബിളും അടങ്ങുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനാണ് ഇതിനുള്ളത് നമുക്ക് പറയാം. ഇതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസും ഈ സിസ്റ്റത്തിനുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. ഇനി മറ്റൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എടുക്കുക. സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, കുറച്ച് നമ്പർ ഓഫ് ഇക്വേഷൻ, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇക്വേഷൻ, ഒരു 2 എണ്ണം 3 എണ്ണം അല്ലെ 5 എണ്ണം അല്ലെ 10 എണ്ണം എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഇൻ സം നമ്പർ ഓഫ് വേരിയബിൾസ്, ഒരു 2 വേരിയബിളിലോ 3 വേരിയബിളിലോ ഒക്കെയുള്ള ഒരു കുറച്ച് ഈക്വേഷൻസ്, 4 വേരിയബിളിലോ 5 വേരിയബിളിലോ എത്രയെങ്കിലും. സപ്പോസ് ജനറലി നമുക്ക് വേണമെങ്കിൽ ഒരു എം ഈക്വേഷൻസ് ഇൻ സം n വേരിയബിൾസ് എന്ന് നമുക്ക് പറയാം. എം ഈക്വേഷൻസ് ഇൻ സം n വേരിയബിൾസ്, അങ്ങനെയാണ് നമ്മൾ ജനറലി സാധാരണ തിയറിറ്റിക്കലും കാര്യങ്ങളായിട്ട് നമ്മൾ അങ്ങനെ പറയാം. എം ഈക്വേഷൻസ് ഇൻ n അൺനോൺസ് ഓർ n വേരിയബിൾസ് n വേരിയബിൾസ് അല്ലെങ്കിൽ നമ്മൾ n അൺനോൺ അറിയാൻ പാടില്ലാത്ത അൺനോൺസ് നമ്മൾ പറയും എം ഈക്വേഷൻസ് ഇൻ n അൺനോൺസ്. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ in two it's in equation with one equation
system of equation with one equation in two variables അല്ലേ, ടു വേരിയബിൾസ് എന്ന് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളൊരു ടു ഈക്വേഷൻസ്, മറ്റൊരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യാണ്, ടു ഈക്വേഷൻസ് ഇൻ ടു അൺനോൺസ്. ഓക്കെ, ടു ഈക്വേഷൻസ് ഇൻ ടു അൺനോൺസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1ഉം അതേപോലെ തന്നെ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1ഉം, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതൊരു സിസ്റ്റം ഓഫ് ഈക്വേഷൻസ് ആണ്. ഇതിവിടെ എത്രയാണ്? ടു ഈക്വേഷൻസ് ആൻഡ് ടു അൺനോൺസ് ഓർ ടു വേരിയബിൾസ്. രണ്ട് ഈക്വേഷനും രണ്ട് വേരിയബിളും ഉണ്ട്. അപ്പം ഈ സിസ്റ്റത്തിൻ്റെ, അപ്പം നമ്മൾ പറഞ്ഞു ഈ മുകളിലുള്ള എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1ന് എക്സിനും വൈക്കും എന്ത് കൊടുക്കുന്നു എന്നതനുസരിച്ച് കിട്ടുന്ന ആ ഓരോ പെയറിനെയും നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഈക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഈക്വേഷനും രണ്ട് അൺനോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എക്സിനും വൈക്കും എന്ത് വാല്യൂ കൊടുക്കുമ്പോൾ ഈ ഈക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു, അതേപോലെ ഈ ഈക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു. അങ്ങനെ വരുന്ന പെയറുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് വേരിയബിൾസിന് സം വാല്യൂസ് കൊടുത്ത് കിട്ടുന്ന ഒരു, ഇപ്പോൾ രണ്ട് വേരിയബിൾ ആണെങ്കിൽ ഒരു പെയർ ആയിരിക്കും, ഇപ്പം അല്ലെങ്കിൽ മൂന്ന് വേരിയബിൾ ആണെങ്കിൽ ഒരു ട്രിപ്പിലെറ്റ് ആയിരിക്കും. അത് ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോഴും അത് സാറ്റിസ്ഫൈഡ് ആവണം, രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവണം. അങ്ങനെ എത്ര ഇക്വേഷൻസ് ഉണ്ടോ ആ ഇക്വേഷൻസിലെല്ലാം ഈ ഒരു പർട്ടിക്കുലർ പെയർ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ട്രിപ്ലെറ്റ് കൊടുക്കുമ്പോൾ എല്ലാ ഇക്വേഷനും ഒന്നിച്ച് സാറ്റിസ്ഫൈഡ് ആവുന്ന ആ പെയറിനെയോ അല്ലെങ്കിൽ ആ ട്രിപ്ലെറ്റിനെയോ ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് എ സൊല്യൂഷൻ ഓഫ്, ഇതാണ് എസ് എന്ന് പറയുന്ന സിസ്റ്റം എങ്കിൽ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം എസ് ഇഫ് എന്താണ്, ഫസ്റ്റ് ഇക്വേഷനും സാറ്റിസ്ഫൈഡ് ആവണം, അല്ലെങ്കിൽ എക്സ് നോട്ട് പ്ലസ് വൈ നോട്ട് 1 ആയിരിക്കണം, അതേപോലെ സെക്കൻഡ് ഇക്വേഷനും സാറ്റിസ്ഫൈഡ് ആവണം, എക്സ് നോട്ട് മൈനസ് വൈ നോട്ട് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഓക്കെ, എക്സ് നോട്ട് പ്ലസ് വൈ നോട്ടും 1 ആയിരിക്കണം, എക്സ് നോട്ട് മൈനസും വൈ നോട്ട് 1 ആയിരിക്കണം. ഈ എല്ലാ ഇക്വേഷനും ഒന്നിച്ച് സാറ്റിസ്ഫൈഡ് ആവുന്ന ആ വേരിയബിൾസിൻ്റെ ആ ഒരു പെയറിനെ, ഇപ്പോൾ മൂന്ന് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈ ഇസഡ്, എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന് പറയുന്നതിനെ, ആ ട്രിപ്ലെറ്റിനെയാണ് ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയാം. അപ്പം നമ്മളെപ്പോഴും അന്വേഷിക്കുന്നത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലെ എല്ലാ ഇക്വേഷനും ഒന്നിച്ച് സാറ്റിസ്ഫൈഡ് ആവുന്ന ആ ഒരു വേരിയബിൾസിൻ്റെ ആ ഒരു കോമ്പിനേഷൻ, അതിനെയാണ് നമ്മളെന്ന് വിളിക്കുക ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കലാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അതിനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, നൗ ഇനി ഈ ഒരു സിറ്റുവേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമ്മൾ ജിയോമെട്രിക്കലി മുമ്പ് പറഞ്ഞ പോലെ ജിയോമെട്രിക്കലി നമ്മൾ പറയുവാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു ഈ ലൈനാണ്, അതേപോലെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, അത് ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈനിലും ആ പോയിന്റ് ഉണ്ടാവണം, രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈനിലും ആ പെയർ ആ പോയിന്റ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളും കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും എന്തായിട്ട് വരിക, ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരിക. അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻ ഇതാണ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ. അത് എന്താണ് 1 0 കൂടെയും 0 1 കൂടെയും കടന്നു പോയിന്റ് 0 1 0 അല്ലേ, 1 0 കൂടെയും 0 1 കൂടെയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനാണത്. ഇനി ഇതാണ് രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്, അതും 1 0 കൂടെയും അതേപോലെ തന്നെ 0 മൈനസ് 1 കൂടെയും കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഈ രണ്ട് ഈക്വേഷനും ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ രണ്ട് പോയിന്റുകളും ആ സ്ട്രെയിറ്റ് ലൈനുകളിലുണ്ടാവും അല്ലേ, രണ്ട് പോയിന്റും ആ ഓരോന്നിലും ഉണ്ടാവും. അപ്പം ആ രണ്ട് പോയിന്റ് അല്ല, ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് രണ്ട് ഈക്വേഷൻസിലും ഉണ്ടാവും. ഇപ്പം ജിയോമെട്രിക്കലായിട്ട് പറയുവാണെങ്കിൽ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനിലും ഉണ്ടാവും, അല്ലെങ്കിൽ ആ രണ്ട് സ്ട്രെയിറ്റ് ലൈനിൻ്റെയും ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് അല്ലെങ്കിൽ മീറ്റിംഗ് പോയിന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ആ മീറ്റിംഗ് പോയിന്റ്, 1 0 എന്ന് പറയുന്നതാണ് ആ മീറ്റിംഗ് പോയിന്റ്. കാരണം 1 0 നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 1 പ്ലസ് 0 ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും അല്ലേ, 1 പ്ലസ് 0 1 എന്ന് കിട്ടും. അതേപോലെ തന്നെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 1 മൈനസ് 0 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും എന്ത് ചെയ്യും, ഇത് സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഈ 1 0 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, ഇത് ഈ സിസ്റ്റത്തിൻ്റെ ഏത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് പറയാൻ പറ്റും. ദെയർഫോർ 1 0 ഈസ് എ സൊല്യൂഷൻ
സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം 1 എസ്, സിസ്റ്റം എസ്. ഓക്കെ, അപ്പം ഇനി അത് മാത്രമല്ല 1 ഇതിൻ്റെ സൊല്യൂഷനാണ്. വേറെ ഏതെങ്കിലും മീറ്റിംഗ് പോയിന്റ് ഉണ്ടോ ഇതിന്? ഇല്ല. അല്ലെങ്കിൽ 1 മാത്രമാണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരിക. അപ്പോൾ അത് നമുക്ക് പറയാം ആൻഡ് 1 ഈസ് ദി ഓൺലി സൊല്യൂഷൻ ഓഫ് സിസ്റ്റം എസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യത്തെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ x+y=1 സംബന്ധിച്ചിടത്തോളം നമുക്കത് നോക്കിയപ്പോൾ അതിന് നമുക്ക് കണ്ടു അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. ഈ രണ്ടാമത്തെ സിസ്റ്റം നോക്കിയപ്പം ഇൻഫിനിറ്റ്ലി ഒന്നുമില്ല, ആകെ ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് നോക്കാം. x+y=1 ആൻഡ് 2x+2y=1. ഇതും ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. ഇവിടെ എത്രയാണ്? 2 ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. 2 ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ ഇതും നമുക്കറിയാം, ഇത് രണ്ടും സ്ട്രെയിറ്റ് ലൈനുകളാണ്. ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈനിലും ഉണ്ടാവും, രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈനിലും ഉണ്ടാവും. അല്ലെങ്കിൽ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളുടെയും മീറ്റിംഗ് പോയിന്റ് ആണ് എന്ത്? 2x+2y=1 എന്ന് പറയുന്നത് അല്ലേ. 2x+2y മീറ്റിംഗ് പോയിന്റ് ആണ് ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എന്നായിട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളും നമ്മൾ ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഈ സിസ്റ്റത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി. ഒന്ന് x+y=1ഉം രണ്ടാമത് x+y=2. ഓക്കെ, ഇതെടുക്കാം നമുക്ക്. x+y=1ഉം x+y=2ഉം. അപ്പം ഇതിൻ്റെ ഒരു പിക്ചർ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ, അപ്പോൾ ആദ്യത്തെ ഇതാണ് x+y=1 എന്ന് പറയുന്നത്. നമ്മളുടെ റോസ് സ്ട്രെയിറ്റ് ലൈൻ. അടുത്തതാണ് x+y=2 എന്ന് പറയുന്നതാണ് ഗ്രീൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളും പാരലൽ ആയിട്ട് വരുന്ന രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x0 y0 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അത് ആദ്യത്തെയും സാറ്റിസ്ഫൈ ചെയ്യണം, രണ്ടാമത്തെയും സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൽ ഒന്നിച്ചുള്ള പോയിന്റാണ്. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളാണെങ്കിൽ അവയുടെ മീറ്റിംഗ് പോയിന്റ് ആണ് അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് എന്തായിട്ട് വരിക? സൊല്യൂഷനായിട്ട് വരിക. അപ്പം നമുക്കറിയാം ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളും x+y=1ഉം x+y=2 എടുക്കുകയാണെങ്കിൽ അതെന്താണ്? അത് പാരലൽ സ്ട്രെയിറ്റ് ലൈനുകളാണ്. അപ്പോൾ അവ ഒരിക്കലും എന്ത് ചെയ്യില്ല? മീറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ അവയ്ക്ക് കോമൺ ആയിട്ട് പോയിന്റ്സുകളൊന്നും ഉണ്ടാവില്ല, ഇന്റർസെക്ഷൻ പോയിന്റുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ കേസിൽ ദിസ് സിസ്റ്റം എസ് മീൻസ് സിസ്റ്റം കേട്ടോ, ഹാസ് നോ സൊല്യൂഷൻ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടത്? ആദ്യത്തെ സിസ്റ്റം ആണെങ്കിൽ ആദ്യത്തെ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനൊരു ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉള്ള സിസ്റ്റം ആയിരുന്നത്. രണ്ടാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എന്താണ്? അതിനൊരു ഒറ്റ യുണീക്ക് സൊല്യൂഷനുള്ള ഒരു സിസ്റ്റമാണത്. അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ എന്താണ്? നോ സൊല്യൂഷൻ ഉള്ള സിസ്റ്റമാണത്. അപ്പം ജനറലി അതിങ്ങനെ തന്നെയാണ്. നമ്മളൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഒരു ജനറലി ഒരു എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ മെയിനായിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാവാം, സൊല്യൂഷൻ ഇല്ലാതിരിക്കാം അല്ലേ. സൊല്യൂഷൻ ഉണ്ടാവാം, സൊല്യൂഷൻ ഇല്ലാതിരിക്കാം. അത് രണ്ടും നമ്മളിവിടെ കണ്ടു. സൊല്യൂഷൻ ഉള്ള കേസും കണ്ടു, സൊല്യൂഷൻ ഇല്ലാത്ത കേസും കണ്ടു. സൊല്യൂഷൻ ഉള്ള കേസിലാണെങ്കിൽ അതിന് ആദ്യത്തെ കേസിലാണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനും രണ്ടാമത്തെ കേസിൽ യുണീക്ക് സൊല്യൂഷനുമാണ്. പിന്നെ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത കേസുമാണ് കണ്ടത്. അപ്പം രണ്ട് രീതിയിൽ വരാം മെയിനായിട്ടും. ആദ്യം നമുക്ക് ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് സൊല്യൂഷൻ എക്സിസ്റ്റ് അല്ലേ, സൊല്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ ആ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ആ കേസിനെ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും ആ സിസ്റ്റം ഒരു കൺസിസ്റ്റന്റ് സിസ്റ്റം ആണെന്ന് നമ്മൾ പറയും. ഇനി അടുത്ത കേസ് എന്താണ്? നോ സൊല്യൂഷൻ വരാം. നോ സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ പറയും ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റമാണ് നമ്മൾ പറയും. ഓക്കെ, ദെൻ നമ്മൾ എന്താ പറഞ്ഞു? ഇവിടെ കൺസിസ്റ്റന്റ് സിസ്റ്റം ആണെങ്കിൽ അതിന് വീണ്ടും നമുക്ക് എന്താണ്? രണ്ട് കേസാണ് വരിക. ഒന്നെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വരിക. നോ സൊല്യൂഷൻ ആണെങ്കിൽ നോ സൊല്യൂഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ജനറലി ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് കേസാണ് വരിക. ഒന്ന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസ്, അപ്പം നമ്മൾ പറയും ആ സിസ്റ്റം കൺസിസ്റ്റന്റ് സിസ്റ്റമാണ് നമ്മൾ പറയും.
ഇനി ചിലപ്പോൾ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാവില്ല, അപ്പം നമ്മൾ പറയും ആ സിസ്റ്റം ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണെന്ന് പറയും. ഇനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ അവിടെ രണ്ട് രീതിയിലാണ് സൊല്യൂഷൻ വരിക. ഒന്ന് യുണീക്ക് സൊല്യൂഷനും രണ്ടാമത്തേത് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനും. ഒന്ന് യുണീക്ക് സൊല്യൂഷനും രണ്ടാമത്തേത് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനും. ഓക്കെ, അപ്പം ഇനി ഇങ്ങനെ നമുക്കൊരു ജനറലി ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതൊരു കൺസിസ്റ്റൻറ്റ് സിസ്റ്റമാണോ അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റമാണോ? ഇനി കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണെങ്കിൽ എന്ത് രീതിയിലാണ് അതിന് സൊല്യൂഷൻ ഉള്ളത്, അതായത് യുണീക്ക് സൊല്യൂഷൻ ആണോ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ചില മെട്രിക്സിൻ്റെ ചില മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ മെട്രിക്സിൻ്റെ റാങ്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ അതിനെ മെട്രിക്സിൻ്റെ രൂപത്തിലേക്കാക്കി മാറ്റിയിട്ട് മെട്രിക്സുകളുടെ റാങ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ചില ഐഡൻറ്റിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം സൊല്യൂഷനുള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആണോ? ഒരിക്കലും ഒരു 10 സൊല്യൂഷനായിട്ടോ 100 സൊല്യൂഷനായിട്ടോ ഒരിക്കലും ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഒറ്റ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ. ഒരിക്കലും ഒരു സിസ്റ്റത്തിന് ഒരു 10 സൊല്യൂഷനോ ഒരു 5 സൊല്യൂഷനോ എക്സാക്ട്ലി ഒരു 5 സൊല്യൂഷനോ എക്സാക്ട്ലി ഒരു 10 സൊല്യൂഷനോ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത ഇതിൽ നമുക്ക് എങ്ങനെ ഒരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ നമുക്ക് തിരിച്ചറിയുന്നു. ഇനി കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.